തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. വീട് നിർമ്മാണത്തിനിടെ ബാക്കി വന്ന സിമന്റും മണലും കൂട്ടിക്കലർത്തി ഒരു നേരം പോക്കിന് തുടങ്ങിയ പരീക്ഷണം ഇന്ന് ലോക റെക്കോർഡുകളുടെ നെറുകയിൽ. പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ മഹേഷ് കെ നാരായണൻ എന്ന കലാകാരൻ്റെ കരവിരുതിൽ വിരിഞ്ഞ ശില്പങ്ങൾ ഇന്ന് അതിർത്തികൾ കടന്ന് വിസ്മയമാകുന്നു. ബംഗളൂരുവിൽ മഹേഷ് നിർമ്മിച്ച 24 അടി ഉയരമുള്ള സ്നാപക യോഹന്നാൻ ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യോഹന്നാൻ ശില്പമായി മാറിയിരിക്കുകയാണ്. ചിത്രകലയെ പ്രാണവായുവായി കണ്ടിരുന്ന മഹേഷിൻ്റെ ജീവിതം മാറുന്നത് 2004-ലാണ്. വീട് പണിക്കിടെ മിച്ചം വന്ന സിമന്റും മണലും കൊണ്ട് 1.5 അടി വലിപ്പത്തിൽ ഒരു പെൺകുട്ടിയുടെ മുഖം നിർമ്മിച്ചതായിരുന്നു പട്ടാമ്പി കൊപ്പം പുലാശ്ശേരി കൂനത്തൊടി വീട്ടിൽ മഹേഷ് കെ നാരായണന്റെ തുടക്കം. പിന്നീട് നടൻ മോഹൻലാലിന്റെ മിനിയേച്ചർ ശില്പം നിർമ്മിച്ച് അദ്ദേഹത്തിന് തന്നെ കൈമാറിയതോടെ മഹേഷിന്റെ പ്രതിഭ ലോകമറിഞ്ഞു. ഒറ്റപ്പാലം അനങ്ങന്മല ഇക്കോ ടൂറിസത്തിന്റെ പ്രവേശന കവാടം ഒരുക്കിയതായിരുന്നു ശില്പകലാ രംഗത്തേക്കുള്ള ഔദ്യോഗിക ചുവടുവയ്പ്. പിന്നീട് വെള്ളിനേഴിയിലും ചെർപ്പുളശ്ശേരിയിലും ഗാന്ധി പ്രതിമകൾ സ്ഥാപിച്ചു. മഹേഷിന്റെ ശില്പങ്ങൾ ജീവൻ തുടിക്കുന്നവയായതോടെ ആവശ്യക്കാർ കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമെത്തി. ഹംപിയിൽ നിർമ്മിച്ച 16 അടി ഉയരമുള്ള മരമുത്തശ്ശി, ബംഗളൂരുവിലെ 10 അടി ഉയരമുള്ള നടരാജശില്പം, പൂനെ ഇൻഫോസിസിലെ 100 മീറ്റർ നീളുന്ന ചുമർ ശില്പം എന്നിവ മഹേഷിന്റെ കരവിരുതിൽ വിരിഞ്ഞവയാണ്. കർണാടക ഹിരിയൂരിലെ ഗുഹാക്ഷേത്രത്തിന് മുകളിൽ നിർമ്മിച്ച 32 ഉയരമുള്ള ഷിർദി സായി ബാബയുടെ രൂപം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സായി ശില്പമാണ്. ഏറ്റവും ഒടുവിൽ മൈഗാർട്ട് ക്രിയേഷനു വേണ്ടി ബാംഗ്ലൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പാർക്കിൽ നിർമ്മിച്ച 24 അടി ഉയരമുള്ള സ്നാപക യോഹന്നാൻ ശില്പം ലോക റെക്കോർഡിലേക്കാണ് ഈ കലാകാരനെ എത്തിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ വേറെ നിർമ്മിതിയാണ് മറ്റേ ഷിർദി സായിബാബ. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു റോക്ക്, വലിയ മലമുകളിലാണ് ഞങ്ങൾ അതിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിന് 35 അടി ഹൈറ്റ് ഉണ്ട് ആ വർക്കിന്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്താ പറയുക, നമ്മുടെ വർക്ക് കണ്ടിട്ട് അവരവരുടെ വിഷമങ്ങൾ അതിനടുത്ത് പറയുന്നതൊക്കെ കാണുന്ന ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അസുലഭമായിട്ടുള്ളൊരു സന്ദർഭമാണ് ശരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്തപ്പോഴും ഒരുപാട് പേരുടെ എന്താ പറയുക സങ്കടങ്ങൾ പറയുന്നതും, അത് ഹോസ്പിറ്റലാകുന്നത് കൊണ്ട് ഒരുപാട് പേര് സങ്കടങ്ങൾ പറയുന്നു, അവർ അതിൻ്റെ അനുഗ്രഹം മേടിക്കുന്നു. ആ നിമിഷങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അത് പറയാൻ പറ്റാത്ത, ഈ പൈസയൊന്നുമല്ല, പറയാൻ പറ്റാത്ത ഒരു നിർവൃതിയാണത്. രാകേഷ് കണ്ണൻ, CP സുരേഷ്, രാജേഷ് നൂർനാട്, അക്ഷയ് എന്നിവരുടെ കഠിനാധ്വാനവും ഈ വിജയത്തിന് പിന്നിലുണ്ട്. കൾച്ചറൽ ഡെസ്ക്, VCV ന്യൂസ്.